നമ്മൾ കുറേ കഥകൾ കേട്ടിട്ടുണ്ടാവും, നായകൻ നിധി അന്വേഷിച്ച് പോകുന്നതും നിധി കിട്ടണമൊക്കെ. എന്നാൽ ഇത് വെറും കഥയല്ല, ഇത് നടന്ന സംഭവം എന്നുള്ളതിനപ്പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അമേരിക്കയിലോ ഉഗാണ്ടയിലോ సోమాలియాలో ഒന്നല്ല, നമ്മുടെ തൊട്ടടുത്ത് ఆంధ్రప్రదేశ్లోనే క్యాంప్ కోసం వచ్చారు. బ్యాగ్స్ వేసుకొని బయలుదేరుతారు. మహిళలు, వృద్ధులు. లక్షలు విలువ చేసే వజ్రాలు దొరుకుతూనే ఉన్నాయి. వజ్రకరూరు చుట్టుపక్కల ప్రాంతాల్లో ఈ వజ్రాలను బట్టయితే ఇక్కడంతా ఇది ఫేక్, ఎలాంటి వజ్రాలు దొరకట్లేదు. అయితే ആന്ധ്രയിലെ കർണൂലിലാണ് ഈ ഒരു പ്രതിഭാസം. അവിടെയുള്ള പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കൃഷി സ്ഥലങ്ങളിൽ ഡയമണ്ട് ഉൾപ്പെടെയുള്ള പല വിലപിടിപ്പുള്ള കല്ലുകൾ കിട്ടിയവരുണ്ട്. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു കർഷകൻ സാധാരണ രീതിയിലുള്ള പോലെ തന്നെ അദ്ദേഹത്തിന് കൃഷി സ്ഥലത്തേക്ക് പണിക്ക് പോവുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ഒരു പ്രത്യേക തിളക്കമുള്ള സാധനം അയാളുടെ കണ്ണിൽ പ്രത്യക്ഷപ്പെടുന്നത്. എടുത്തു നോക്കുമ്പോഴോ അതൊരു വിലപിടിപ്പുള്ള ഒരു ഡയമണ്ടായിരുന്നു. ഈ സംഭവം ഇതാദ്യമായിട്ടുള്ളതല്ല, ഇതിനു മുമ്പ് പല പ്രാവശ്യമായിട്ട് നടന്നിട്ടുണ്ട്. വെങ്കിടേശ്വർ റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു കർഷകനും കിട്ടി 15 ലക്ഷം രൂപ വില വരുന്ന ഒരു ഡയമണ്ട്. ശ്രീനിവാസലു എന്ന് പറഞ്ഞ കർഷകനാണ് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വളരെ റെയറായിട്ടുള്ള ഡയമണ്ട് കിട്ടിയത്. ഏകദേശം 2 കോടി രൂപയോളം ഈ ഒരു ഡയമണ്ടിന് വിലയുണ്ട്. ഇതും കേട്ട് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുന്തവും കിട്ടില്ല. കാരണം അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പ്രധാന വിഷയമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൺസൂൺ കാലത്ത് മെയ് ലാസ്റ്റ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ മഴ പെയ്യുന്ന ടൈമിൽ ആണിത് മെയിനായിട്ട് കാണാൻ പറ്റുക. ഇത് ആ ഗ്രാമങ്ങളിൽ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ആൾക്കാർ കുഴിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ആർക്കെങ്കിലും ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരടുത്തുള്ള കച്ചവടക്കാർക്ക് അത് കൊടുത്തിട്ട് കിട്ടിയ കാശും മേടിച്ച് പോവും. പക്ഷേ ഈ അടുത്തൊരു സ്ത്രീ ഇതേപോലെ അവർക്കൊരു കല്ല് കിട്ടി. അതിന് ഏകദേശം 10 ലക്ഷം രൂപയാണ് അവിടുത്തെ ഒരു കച്ചവടക്കാരൻ വില പറഞ്ഞത്. എന്നാൽ അവർ ആ 10 ലക്ഷത്തിന് അത് കൊടുത്തില്ല. അവർ പുറത്ത് 13.5 ലക്ഷത്തിന് അത് മറിച്ച് വിറ്റു. ബജ്രംഗ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാൻഡ് ലോഡ് ഉണ്ട്. അദ്ദേഹത്തിന് 40 ഏക്കറോളം സ്ഥലമുണ്ട്. അയാളത് പബ്ലിക്കിന് തുറന്നു കൊടുത്തിരിക്കുക. അവർ ആവശ്യക്കാർ വന്നിട്ട് കുഴിച്ചെടുത്തോട്ടെ, ഉണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹം കാരണം ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡയമണ്ട് കിട്ടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറയണേ. എന്തിന്, അദ്ദേഹത്തിന് ഫാമിലി ആയിരിക്കും ഈ വരുന്നവർക്ക് വെള്ളവും ഭക്ഷണവും വരെ കൊടുത്തിട്ടുണ്ട്. നല്ല മനുഷ്യൻ.